ഹായ് ഫ്രണ്ട്സ്, സ്വദേശ് മെഗാ ക്വിസ്, അക്ഷരമുറ്റം ക്വിസ്, സോഷ്യൽ സയൻസ് ക്വിസ് എന്നിവയിലെ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങൾ പരിചയപ്പെടാം. പുതിയ പുതിയ ചോദ്യങ്ങൾ ലഭിക്കാൻ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയായിരുന്നു? കൊൽക്കത്ത. ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയായിരുന്നു? കൊൽക്കത്ത. കച്ചവടത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി. കച്ചവടത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാരെ? പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാരെ? പിംഗലി വെങ്കയ്യ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എപ്പോൾ? 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെപ്പോൾ? 1950 ജനുവരി 26. സുപ്രീം കോടതി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം? 1950. സുപ്രീം കോടതി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം 1950. ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? സ്വാമി വിവേകാനന്ദൻ. ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? സ്വാമി വിവേകാനന്ദൻ. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എപ്പോൾ? 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എപ്പോൾ? 1949 നവംബർ 26. വാഗൺ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലബാർ കലാപം. വാഗൺ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലബാർ കലാപം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചതാരെ? രവീന്ദ്രനാഥ ടാഗോർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചതാരെ? രവീന്ദ്രനാഥ ടാഗോർ. സാരേ ജഹാം സേ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരെ? മുഹമ്മദ് ഇക്ബാൽ. സാരേ ജഹാം സേ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചതാരെ? മുഹമ്മദ് ഇക്ബാൽ. ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെ? ബാലഗംഗാധര തിലക്. ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെ? ബാലഗംഗാധര തിലക്. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരെ? ദാദാഭായ് നവറോജി. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരെ? ദാദാഭായ് നവറോജി. മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരെ? മഹാദേവ ദേശായി. മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരെ? മഹാദേവ ദേശായി. കേരളത്തിലെ ആദ്യ മുസ്ലിം രാജവംശം കണ്ണൂരിലാണ് ഉണ്ടായിരുന്നത്. ഏതാണ് ആ രാജവംശം? അറൈക്കൽ രാജവംശം. കേരളത്തിലെ ആദ്യ മുസ്ലിം രാജവംശം കണ്ണൂരിലാണ് ഉണ്ടായിരുന്നത്. ഏതാണ് ഈ രാജവംശം? അറൈക്കൽ രാജവംശം. കേരള കലാമണ്ഡലം ചെറുതുരുത്തിയിൽ സ്ഥാപിച്ചതാരെ? വള്ളത്തോൾ നാരായണ മേനോൻ. കേരള കലാമണ്ഡലം ചെറുതുരുത്തിയിൽ സ്ഥാപിച്ചതാരെ? വള്ളത്തോൾ നാരായണ മേനോൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരെ? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരെ? ജവഹർലാൽ നെഹ്റു. നെഹ്റു ട്രോഫി വള്ളംകളി അരങ്ങേറുന്ന കായലേത്? പുന്നമടക്കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി അരങ്ങേറുന്ന കായലേത്? പുന്നമടക്കായൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാട്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം? ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ
കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ. മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ. ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആര്? തൈക്കാട് അയ്യ. ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? തൈക്കാട് അയ്യ. ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി? വെണ്ട. ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി? വെണ്ട. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവയ്ക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏത്? ചൗരി ചൗര സംഭവം. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവയ്ക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏത്? ചൗരി ചൗര സംഭവം. ഭരണഘടനാ ദിനം നവംബർ 26. ഭരണഘടനാ ദിനം നവംബർ 26. മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം ചാന്നാർ ലഹള. മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം ചാന്നാർ ലഹള. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം നിലമ്പൂർ. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം നിലമ്പൂർ. കേരള ടാഗോർ എന്നറിയപ്പെടുന്നത് ആരെ? വള്ളത്തോൾ നാരായണ മേനോൻ. കേരള ടാഗോർ എന്നറിയപ്പെടുന്നത് ആരെ? വള്ളത്തോൾ നാരായണ മേനോൻ. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് ആരെ? പി കുഞ്ഞിരാമൻ നായർ. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് ആരെ? പി കുഞ്ഞിരാമൻ നായർ. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ഇന്ത്യയിലെ അണുശക്തി പദ്ധതിയുടെ പിതാവെന്നറിയപ്പെടുന്നത് ആരെ? ഹോമി ജെ ബാബ. ഇന്ത്യയിലെ അണുശക്തി പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെ? ഹോമി ജെ ബാബ. പുരാതന കാലത്ത് മുസിരീസ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രധാന തുറമുഖം കൊടുങ്ങല്ലൂർ. പുരാതന കാലത്ത് മുസിരീസ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രധാന തുറമുഖം കൊടുങ്ങല്ലൂർ. പൂർവതീരരത്നം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ തുറമുഖം വിശാഖപട്ടണം. പൂർവതീരരത്നം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ തുറമുഖം വിശാഖപട്ടണം. മാനവികതയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ആഫ്രിക്ക. മാനവികതയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ആഫ്രിക്ക. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി. കൽപ്പാക്കം, കൂടംകുളം എന്നീ ആണവോർജ നിലയങ്ങൾ ഏത് സംസ്ഥാനത്തിലാണ്? തമിഴ്നാട്. കൽപ്പാക്കം, കൂടംകുളം എന്നീ ആണവോർജ നിലയങ്ങൾ ഏതു സംസ്ഥാനത്താണ്? തമിഴ്നാട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമായ മുംബൈ ഹൈ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമായ മുംബൈ ഹൈ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്ര. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗ. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗ. കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നത് വാഗമൺ. കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നത് വാഗമൺ. 1857 കലാപത്തിൻ്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരെ? ഝാൻസി റാണി. 1857 കലാപത്തിൻ്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരെ? ഝാൻസി റാണി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് പ്രസിദ്ധീകരിച്ച മാസിക സ്വതന്ത്ര ഭാരതം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് പ്രസിദ്ധീകരിച്ച മാസിക സ്വതന്ത്ര ഭാരതം. ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് ജൂലൈ 11.
ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് ജൂലൈ 11. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? മാനന്തവാടി. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? മാനന്തവാടി. പഴശ്ശി രാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി കേരള സിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ എഴുതിയത് ആര്? സർദാർ KM പണിക്കർ. പഴശ്ശി രാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി കേരള സിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ എഴുതിയത് ആര്? സർദാർ KM പണിക്കർ. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. കേരളത്തിൽ റെയിൽ ഗതാഗതം ഇല്ലാത്ത ജില്ലകൾ വയനാട്, ഇടുക്കി. കേരളത്തിൽ റെയിൽ ഗതാഗതം ഇല്ലാത്ത ജില്ലകൾ വയനാട്, ഇടുക്കി. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ഏത്? ജുഹു. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ഏത്? ജുഹു. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത ബോംബെ മുതൽ താനെ വരെ. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത ബോംബെ മുതൽ താനെ വരെ. ഐക്യരാഷ്ട്ര സംഘടന ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് എന്ന്? ഡിസംബർ 5. ഐക്യരാഷ്ട്ര സംഘടന ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് എന്ന്? ഡിസംബർ 5.